ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. RB ലീപ്സിഗിന്റെ ഐവറി കോസ്റ്റ് വിങ്ങറായ യാൻ ഡിയോമണ്ടയെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. നമുക്കറിയാം, മികച്ച പ്രകടനം സമീപകാലത്ത് പുറത്തെടുക്കുന്ന ഒരു വിങ്ങറാണ് യാൻ ഡിയോമണ്ടെ. അതുകൊണ്ടാണ് 100 മില്യൺ യൂറോയോളം അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചുകൊണ്ട് റയൽ അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഹൈജാക്കാണ് നടന്നിട്ടുള്ളത്. അതായത് PSG ഈ താരവുമായി നേരത്തെ പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിരുന്നു. അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു PSG ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അപ്രതീക്ഷിതമായി കൊണ്ട് റയൽ മാഡ്രിഡ് രംഗപ്രവേശനം ചെയ്തത്. എന്നിട്ട് ഈ താരത്തെ റാഞ്ചുകയും ചെയ്തു. റയൽ രംഗത്ത് വന്നതോടുകൂടി അദ്ദേഹം റയലിലേക്ക് പോവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് PSG വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ രാമോൺ അൽവാരസ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഹൈജാക്ക് അത് PSG പദ്ധതികളെ താളം തെറ്റിച്ചിട്ടുണ്ട്. അത് അവരെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSG റയലിന് ഒരു മറുപണി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അതായത് റോഡ്രിയെ സൈൻ ചെയ്യാൻ വേണ്ടി റയൽ മാഡ്രിഡ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അത് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് PSG തീരുമാനം. അതായത് റോഡ്രിക്ക് വേണ്ടി PSG കൂടി ഇപ്പോൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ റയലിന് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ കൂടുതൽ പണം അവർ ചിലവഴിക്കേണ്ടി വരും. ആ സാഹചര്യത്തിലേക്കാണ് PSG ഇപ്പോൾ കാര്യങ്ങളെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എന്നാണ് സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ രാമോൺ അൽവാരസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റോഡ്രിക്ക് വേണ്ടി PSG ഇപ്പോൾ രംഗത്തുണ്ട്. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും എന്നാണ് ഈ മാധ്യമ പ്രവർത്തകന്റെ ഒരു കണ്ടെത്തൽ. ഏതായാലും ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ റയൽ മാഡ്രിഡ് അഴിഞ്ഞാടുകയാണ്. ആഗ്രഹിച്ച താരങ്ങളെയെല്ലാം ഇപ്പോൾ റയൽ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി റോഡ്രി കൂടി റയലിലേക്ക് എത്തും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.